गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्रीगुरवे नमः. ഓം ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ഓഗസ്റ്റ് 1, 2024. ഈശ്വരന്റെ സ്ഥിരമായ മേൽവിലാസം എന്താണ്? ഭഗവാൻ ഇന്ന് പ്രേമപൂർവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രേമസ്വരൂപരെ, ഒരിക്കൽ മഹർഷി നാരദൻ ഭഗവാൻ വിഷ്ണുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, പ്രഭോ, ഞാൻ 3 ലോകങ്ങളിലും സഞ്ചരിക്കുന്നു. ഭൂതവും വർത്തമാനവും ഭാവിയും എനിക്കറിയാൻ സാധിക്കും. എന്തെങ്കിലും പ്രത്യേക വിവരം അവിടുത്തെ അറിയിക്കണമെങ്കിൽ ഏത് വിലാസത്തിലാണ് ഞാൻ അയക്കേണ്ടത്? താത്കാലിക വിലാസങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് അവിടുത്തെ സ്ഥിരം മേൽവിലാസമാണ് വേണ്ടത്. വിഷ്ണു ഭഗവാൻ മറുപടി പറഞ്ഞു, നാരദരെ, ഇതാ എൻ്റെ സ്ഥിരം മേൽവിലാസം. മത് ഭക്ത എത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. ഭക്തർ എൻ്റെ മഹിമകളെ സ്തുതിക്കുന്നിടത്ത് ഞാൻ കുടികൊള്ളും. ആളുകൾ ഈശ്വരന് വൈകുണ്ഠം, കൈലാസം, ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങിയ ആലയങ്ങൾ കൽപ്പിക്കുന്നു. അവയെല്ലാം കെയർ ഓഫ് മേൽവിലാസങ്ങൾ മാത്രമാണ്. എൻ്റെ നേർവിലാസം ഭക്തന്റെ ഹൃദയം മാത്രമാണ്. ഈശ്വരൻ ജീവികളുടെ ഹൃദയദേശത്ത് കുടികൊള്ളുന്നു എന്ന് ഭഗവത്ഗീതയും പറയുന്നു. സർവവ്യാപിയായ പ്രഭു എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഒരുപോലെ കുടികൊള്ളുന്നു. അതിനാൽ ഈശ്വരൻ ആത്മാരാമൻ എന്നറിയപ്പെടുന്നു. അതായത് ആത്മാവിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ രമിക്കുന്നവൻ. ഭഗവാൻ ഗാനലോലനും ഗാനപ്രിയനുമാണ്. എന്നാൽ ഭക്തിപൂർവമല്ല ആലപിക്കുന്നതെങ്കിൽ അവിടുന്ന് ആകർഷിക്കപ്പെടുകയില്ല. 1989 ഏപ്രിൽ 14 ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം, സായിക്ക് വേണ്ടി, സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.